ഹായ് എസ്എൽ ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ റിലേഷൻഷിപ്പിൽ റിജക്ഷൻ നേരിടേണ്ടി വരാറുള്ളത് കൂടുതലും പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ്. അതായത് സ്ത്രീകളെക്കാൾ കൂടുതൽ റിജക്ഷൻ എപ്പോഴും പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്, അതായത് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ പുറകെ പോകേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ്. അവരെ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഈ കാര്യങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ ഈ പറയുന്ന പോലെ റിജക്ഷൻ പിന്നീടുള്ള നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നോക്കുക. അതെന്തൊക്കെയാണ് ആ പോയിന്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവരെ ചേസ് ചെയ്യരുത് എന്നുള്ളതാണ്. അതായത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ പോവാതിരിക്കുക. ഇത് ഒട്ടുമിക്ക ആളുകൾക്ക്, ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഏകദേശമുള്ള ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ചേസ് ചെയ്ത് പോകുന്നത് വളരെ മോശമുള്ള ഒരു കാര്യമാണെന്നുള്ളത്. പകരം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, അതായത് എനിക്ക് ഇന്നൊരു സംഭവം എത്തണം അല്ലെങ്കിൽ ഇന്നതാവണം എന്നൊരാഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടി ഇഷ്ടമാണ്, അപ്പോൾ അവരുടെ പുറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആൾ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണോ നല്ലത്? അതല്ലാതെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൻ്റെ പുറകെ പോകുന്നതാണോ എന്നുള്ളത് ചിന്തിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ പുറകെ പോകുന്നതാണ്. നിങ്ങളിപ്പോൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അത് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളൊരു ബിസിനസ്സുകാരനൊക്കെ ആയി അത്യാവശ്യം നല്ലൊരു നിലയിലൊക്കെ എത്തിയെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പോയിട്ട് ആ പെൺകുട്ടിയോട് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങൾ തിരിച്ച് ഇഷ്ടപ്പെടും. ഇനിയിപ്പം വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ അവരോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുക, ഇത്രയും വലിയൊരാളാണ്, അപ്പോൾ തിരിച്ചിഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അവർ നിങ്ങൾ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ അവരുടെ ഫാമിലി ആണെങ്കിലും അവർക്കും നിങ്ങളുടെ മാരേജ് നടത്തുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എല്ലാ പെൺകുട്ടികളും നോക്കുക, അവരെ നോക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇവർക്കിപ്പോൾ ലൈഫിൽ ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ല, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അവരെ കുഴപ്പമില്ലാണ്ടൊക്കെ നോക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള സമ്പത്ത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് എല്ലാവരും നോക്കുന്ന കാര്യമാണ്. തെറ്റായുള്ളൊരു കാര്യം നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ ഇതിനിടയിൽ കുറേ കമൻസ് വന്നേക്കാം, അതായത് ക്യാഷിനാണ് പെൺകുട്ടികൾ വില കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു എന്നിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. എങ്കിലും എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും ചിന്തിക്കുന്ന നോക്കുന്നൊരു കാര്യം തന്നെയാണ്, അവർക്ക് നമ്മുടെ മകളെ അല്ലെങ്കിൽ എന്നെ കൃത്യമായി നല്ല രീതിയിൽ നോക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, അവരുടെ പുറകെ പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിൻ്റെ പുറകെ പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൺകുട്ടികളെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവർക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. അതായത് എന്നെ കാണാൻ തീരെ ഭംഗിയില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ നിറമല്ല, എനിക്ക് അത്ര വലിയ ഹൈറ്റ് ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരാളോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പേടിയുണ്ടാവും, പറയുന്ന സമയത്ത് കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഭയങ്കര നെഗറ്റീവ് എനർജി ആയിരിക്കും ഇവരിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പെൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലുക്കിലല്ല, ലുക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതല്ല, ലുക്കും കാര്യം തന്നെയാണ്. അതായത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, നീറ്റാണോ, ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ പ്രസൻറ്റേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവർ വിഷ്വലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. എപ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത് ഇമാജിനേഷന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. സോ നിങ്ങൾ അത്ര വലിയ ഭംഗി ഇല്ലാത്ത ആളാണെങ്കിലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ആളാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അതില്ല ഇതില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ കുറവായിരിക്കും. സോ ആ രീതിയിൽ നിങ്ങൾ പോയി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങൾ തിരിച്ച് ഇഷ്ടപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രപ്പോസ് ചെയ്യുന്നത്, നിങ്ങളിലുള്ള കോൺഫിഡൻസ് എത്രയാണ്, ഇതൊക്കെ അവർ നോക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ ഒരുപാട് മസിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടണം എന്നില്ല. കാരണം മസിലും കാര്യങ്ങളൊന്നുമല്ല കാര്യമുള്ളത്, അവർ എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതിലൊക്കെയാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ളതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ, അതുപോലെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ലുക്ക്, ഇതൊക്കെ കുറച്ച് ബെറ്റർ ആക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് പറയണത്. ഇപ്പം നിങ്ങളുള്ളത് പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി നീറ്റായ രീതിയിലൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കോൺഫിഡൻ്റ് ആയ രീതിയിൽ നടക്കുക, എന്നിട്ട് അവരെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ റിജക്ഷൻ നേരിടേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്ന ആ ടൈമിൽ തന്നെ കോംപ്ലിമെന്റ്സ് ഒരുപാട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് തുടങ്ങും, അതായത് 1 മുതൽ അങ്ങോട്ട് തുടങ്ങും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സിങ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നിന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോംപ്ലിമെന്റ്സ് അങ്ങനെ കൊടുക്കും.
കൊടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുമായിരിക്കാം, ഒന്നോ രണ്ടെണ്ണോ കേൾക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കുറേ പറയുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത് ഇയാൾ കുറച്ച് കോഴിയാണ്, അല്ലെങ്കിൽ ഇയാൾ അത്ര ശരിയല്ല, അപ്പോൾ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു ചിന്ത വരുന്നുള്ളതാണ്. സോ അവരവരുടെ സേഫാണ് നോക്കുക. അതായത് എല്ലാ പെൺകുട്ടികളും സേഫ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് അകന്നിരിക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത അവരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് അടുക്കാനുള്ള സാധ്യത കുറയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ കോംപ്ലിമെന്റ്സും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒറ്റയടിക്ക് അവർ നിങ്ങളായിട്ടുള്ള സംസാരം നിർത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ കാലത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ കാണുമ്പോൾ കൊടുക്കാതെ മെല്ലെ മെല്ലെ കുറേ സംസാരിച്ച് നിങ്ങളൊന്ന് നല്ല കമ്പനിയൊക്കെ ആയതിനു ശേഷം മെല്ലെ മെല്ലെ കോംപ്ലിമെന്റ്സ് നൽകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒറ്റയടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീകളൊക്കെ മൂഡ് സ്വിങ്സ് വരുന്ന ആളുകളാണ്. ഇത് എല്ലാ സ്ത്രീകളിലും ഉണ്ടാവുന്നതാണ്. അതായത് ഇവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം തൻ്റെ പാർട്ട്ണർ എന്നുള്ളത് എല്ലാ പെൺകുട്ടികളും വിചാരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഇപ്പോൾ ഇവരിങ്ങനെ മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ദേഷ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ചിലപ്പോൾ ഇവർ ദേഷ്യത്തിൽ സംസാരിച്ചു എന്നിരിക്കാം. അത് ആ ഒരു പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിൽ അവർ പറയുന്നതായിരിക്കും. അതേസമയം നിങ്ങൾ തിരിച്ച് അതിനേക്കാൾ ദേഷ്യത്തിൽ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഉണ്ടാവും? അവർ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല കേട്ടോ. അതായത് ഒരു ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ ഒരു മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് മറ്റുള്ളവർ അവരോട് പെരുമാറിയ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മറക്കുന്ന ആളുകളല്ല സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഇവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കാര്യം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഞാനപ്പോൾ കുറച്ചുകൂടി കൂളായിട്ട് വേണം സംസാരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾ എപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ എന്നെ ഭയങ്കര കെയർ ചെയ്തിട്ട് സംസാരിക്കാറുള്ളത്. അതായത് എനിക്കിങ്ങനെ മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട്, പക്ഷെ ആൾ ഭയങ്കര കൂളായിട്ട് എന്നെ കൂളാക്കാനായിട്ട് നോക്കാറുണ്ട്, മനസ്സിലാക്കി പെരുമാറാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കമ്പനിയായി വരുന്നേ ഉള്ളൂ, നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ അവരെ മനസ്സിലാക്കി പെരുമാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റിജക്ഷൻ ഒക്കെ ഒരുപാട് നേരിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീടുള്ള നിങ്ങൾ അങ്ങോട്ട് പോയി പറയുന്ന പ്രപ്പോസൽസ് ഒക്കെ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതേപോലെ റിജക്ഷൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് പുറകെ നടന്നു പക്ഷേ എന്നോട് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ പറയുന്ന കുറേ പേരുണ്ട്. അതേപോലെ തന്നെ നിലവിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നില്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചു, കുറേ പേര് കുറേ വഴികൾ പറഞ്ഞു തന്നു, പക്ഷെ ഒന്നും ചെയ്തിട്ട് എനിക്കൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന പോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, എന്തിനാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ വേണ്ടത്, ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്